മോഡേൺ കുലസ്ത്രീയാണെന്നാണ് നിവീൻ പറയുന്നത്. അതെ, ജിസേല് ഹൈറ്റിന്റെ കാര്യം പറഞ്ഞപ്പോ ഇത്രയും പ്രശ്നം. എന്നാൽ ഈ അനു തന്നെയല്ലേ രേണുവിനെ പബ്ലിക്കായിട്ട് പേനൊക്കെ മുഖത്തേക്ക് വരുന്നെന്ന് പറഞ്ഞ് കളിയാക്കിയത്. അപ്പൊ അത് ബോഡി ഷെയ്മിങ് അല്ലേ? അതാണ് നിവീനും ജിസേലിന്റെയും ഒരു കുറ്റപ്പെടുത്തൽ അനുവിനെതിരായിട്ട്. പിന്നെ വീട്ടിനകത്ത് ഇത് പറഞ്ഞ ശേഷം എന്തായാലും രേണു ഇന്ന് കുളിച്ച് സുന്ദരിയായിട്ട് പൊട്ടൊക്കെ തൊട്ട് മുടിയൊക്കെ കെട്ടി വന്നിട്ടുണ്ട്. വീട്ടിനകത്തുള്ള ഏറ്റവും ധൈര്യവാനും ഏറ്റവും പേടിത്തൊണ്ടൻ ആരാണെന്നും ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറയുന്നുണ്ട്. പിന്നെ കോഫി പൗഡർ ഒളിച്ചു വെച്ചത് എന്തിനാണ് ജിസേല്? വല്ല ആവശ്യമുണ്ടോ എന്നാണ് വീട്ടിലുള്ള ബാക്കിയുള്ളവർ ചോദിക്കുന്നത്. അതിന്റെ ആവശ്യമില്ല, എല്ലാവർക്കും ഉള്ളതാണ് കോഫി പൗഡർ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ ഇന്നലത്തെ BB+നകത്തുള്ള മെയിൻ കണ്ടന്റുകൾ എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ മോർണിംഗ് ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട്. അതിനകത്ത് അനു നമ്മുടെ രേണുവിൻ്റെ പേനിൻ്റെ കാര്യം പറയുന്നുണ്ട്, പേൻ ഇറങ്ങി വന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവിടെ ആ കാര്യം തന്നെയാണ് ഇന്ന് രാവിലെയും സംസാരിച്ചത്. അതായത് നിവീൻ ജിസേലിൻ്റെ അടുത്ത് പറയുന്നു, ശാരിക അടുത്ത് ശാരികയുണ്ട്. അപ്പം ഞാൻ എന്താണ് ഇവിടെ അവക്ക് എന്താണ് അനുമോൾക്ക് എന്തും പറയാം. അതായത് അനുമോളെ നമ്മൾ ഹൈറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പ്രശ്നം, എന്നാൽ രേണുവിനെ എന്താണ് പറഞ്ഞത്? അത് മോശമല്ലേ പറഞ്ഞത്? സോ ഇവൾ എന്താ കളിക്കുന്നത്? ഇവൾ വല്ല എന്താ പറയണേ, ഇവൾ ഒനീലിൻ്റെ തല മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ എന്ന് ജിസേൽ പറയാ. അപ്പോൾ ഇവൾക്ക് പ്രശ്നമൊന്നുമില്ലേ ഒനീലിൻ്റെ തല മസാജ് ചെയ്ത് കൊടുക്കാൻ? സോ ഇവള് ഒരു മോഡേൺ കുലസ്ത്രീയാണെന്നാണ് നമ്മുടെ നിവീൻ പറയുന്നത്. അതെ, നിവീൻ പറയുന്നത് അങ്ങനെയാണ്. കാര്യം പുറമേ ഇങ്ങനെ എന്ത് ഡ്രസ്സും എന്ത് മോഡേൺ ആയിട്ട് വിടും, പക്ഷെ മറ്റുള്ളവരൊന്നും ഇടാൻ പാടില്ല. അതാണ് ഞാൻ. ഇവളാരാണ്? ഇവളാണ് ഇവിടുന്ന് ആദ്യം ഔട്ടാവേണ്ടത്. ഇല്ല, ഇങ്ങനെ അവൾക്ക് എന്ത് വിടാം, ബാക്കിയുള്ളവർക്കൊന്നും ഇടാൻ പാടില്ല, മോഡേൺ കുലസ്ത്രീ എന്നൊക്കെയാണ് നമ്മുടെ നിവീൻ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ ശാരിക റെനയും കൂടെ ഇന്നലെ BB+ൽ വാദിക്കുന്നുണ്ടായിരുന്നു. ഈ റെനയുടെ ഒരു പ്രശ്നം എന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, റെനയടുത്ത് എന്ത് പറഞ്ഞാലും റെന അത് ഗെയിമായിട്ടാണ് കാണുന്നത്. മോളെ ആ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്യണേ, അയ്യോ സ്വിച്ച് ഓഫ് ചെയ്യാൻ എന്തിനാണ്, നിങ്ങൾ പറഞ്ഞ എന്തിനാണ്, എല്ലാത്തിനും ആർഗ്യൂ ചെയ്യാൻ പോകും. അപ്പോൾ അവർക്കൊന്ന് കേട്ടിട്ട് ശരി അങ്ങനെയാണോ ഉദ്ദേശിച്ചത് എന്ന് പറയുന്നതിന് പകരം ഈ എല്ലാം പുള്ളിക്കാരിയോട് എന്ത് പറഞ്ഞാലും, ജിസേലും ആരിനെ വിളിച്ച് ബാക്കി ആര് എന്ത് പറഞ്ഞാലും അത് ഗെയിമായിട്ട് എടുത്തിട്ട് തിരിച്ചങ്ങോട്ട് പോയി കിടന്ന് ആർഗ്യൂ ചെയ്യും. എടി നീ ഇന്നലെ കൈ അപ്പോൾ ശാരിക ചോദിച്ചു, നീ ഇവിടെ വന്ന് നിന്നിട്ട് ഫുഡ് എടുത്തിട്ട് കൈ കഴുകുന്നുണ്ടോ? ഫുഡ് എടുക്കുന്നതിന് മുന്നേ കൈ കഴുകുന്നുണ്ടോ? ഞാൻ കൈ കഴുകുന്നത് നിങ്ങൾ എന്താ അറിഞ്ഞത്, നിങ്ങൾ എന്താ അങ്ങനെ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് അത് ഗെയിമായിട്ട് കണ്ട് വെറുതെ കിടന്നിങ്ങനെ എല്ലാം തൊടുന്നതും പിടിക്കുന്നതും എല്ലാം റെനയ്ക്ക് ഗെയിമായിട്ടാണ് കാണുന്നത്. അങ്ങനെ കാണുന്നുകൊണ്ടാണ് നമുക്ക് വെറുതെ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നത്. അത് റെനയുടെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് അനീഷ് ഇവിടെ രേണുവിനോട് ഇന്നലെ അനുവിനോട് ചോദിക്കുന്നുണ്ട്, നീ പേരെടുത്ത് കൊടുത്തിട്ടുണ്ടോ ശരിക്കും രേണുവിൻ്റെ? അപ്പോൾ അനു പറഞ്ഞു, ഞാൻ കൊടുത്തിട്ടുണ്ട്, ഞാൻ 2-3 തവണ രേണുവിൻ്റെ പേരെടുത്ത് കൊടുത്തിട്ടുണ്ട് അനീഷ് ഏട്ടാ എന്ന് പറയുന്നുണ്ട് കേട്ടാ. ഇനി ഓക്കെ, ഇനി അടുത്തത് ഇതൊക്കെ BB+ലും ഇന്ന് രാവിലെയും കൂടെ നടന്ന കാര്യങ്ങൾ. ഇന്ന് നടന്ന കാര്യം ഈ നിവീൻ പറഞ്ഞ ഈ കാര്യം അനുവിനെ കുറിച്ചിട്ട് ഇന്ന് നിവീൻ പറയുന്നുണ്ട്, ഞാൻ കിച്ചണിൽ കയറത്തില്ല, എനിക്ക് കൈ വയ്യ, അത്രയേ ഉള്ളൂ കേട്ടോ, നിങ്ങളൊക്കെ ഇവിടെ എന്ത് വേണോ ചെയ്തോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് അനീഷ് ഇവിടെ പറയുന്നുണ്ട്, ആരാ ഇവിടെ കോഫി പൗഡർ എടുത്ത് വിളിച്ചു വെച്ചത്? അപ്പം ജിസേലാണ് എടുത്ത് മാറ്റി വെച്ചത് എന്നാണ് പറയുന്നത്. ജിസേൽ എന്തിനു മാറ്റി വെക്കണം? ഷാനവാസും ജിസേലുമാണ് രാവിലെ തന്നെ കോഫി പൗഡർ എന്തിനാണ് എടുത്ത് ഒളിച്ചു വെച്ചത്, എല്ലാവർക്കും കാണുന്ന രീതിയിൽ വെച്ചൂടെ എന്ന് പറഞ്ഞൊരു വഴക്ക് അവിടെ ഉണ്ടായി കേട്ടോ. അപ്പം നിവീൻ പിന്നെ കോഫി പൗഡർ എടുത്ത് ഒളിച്ചു വെക്കാൻ പോകുന്നു. ഈ അനു ആണെങ്കിൽ ഒഴിച്ച് കളയാ ചെയ്തത് കോഫി പൗഡർ. പിന്നെ നമുക്ക് വേറെ പണിയുണ്ട് കോഫി പൗഡർ എടുത്ത് ഒളിച്ചു വെക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അല്ലേ ആരും നിവീൻ പിന്നെ അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ അനുവും നിവീനും കൂടെ കിച്ചണിൽ വഴക്കുണ്ടാവുന്നുണ്ട്. അനു പറഞ്ഞത്, എടാ നീ മുടി കെട്ടി നടക്കടാ. അല്ലേ നീയോ നീ ഇന്നലെ എന്ത് ചെയ്തു? നീ ഇന്നലെ മുടി പിരിച്ചിട്ടല്ലേ നടന്നത്? അനുമോൾ കൂടുതൽ എൻ്റെ അടുത്ത് പറയാൻ നിൽക്കണ്ട, നീ മുടി കെട്ടി വെക്കടാ, വെറുതെ ഇങ്ങനെ ആക്കി നടക്കാതെ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞു കുഞ്ഞു വഴക്കുകളാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ പിന്നെയും രാവിലെ അനീഷും ഷാനവാസും സരികയും കൂടെ നീ വാഷ് ബേസിൻ കഴുകിയോ ഷാനവാസേ? എടാ ചൂട് ചായയാണ് എൻ്റെ കൈ ഇരിക്കുന്നത്, ഇത് പലതും ഞാൻ ചെയ്യും. അപ്പോൾ ഷാനവാസ് അങ്ങനെ ചെയ്താൽ എൻ്റെ കയ്യിലും ചൂട് ചായയാണ് ഇരിക്കുന്നത്. ഓക്കെ, വാഷ് ബേസിൻ കഴിവേണ്ടത് ഷാനവാസിൻ്റെ ഉത്തരവാദിത്തമാണ്. പിന്നെ എൻ്റെ ഉത്തരവാദിത്തം, വേറെ പണിയില്ല. ഷാനവാസ് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ ഒരു മോർണിംഗ് ആക്ടിവിറ്റി അനീഷിൻ്റെ വക ഉണ്ടായിരുന്നു. പിന്നെ കോഫി പൗഡർ വഴക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ജിസേൽ പറയുന്നുണ്ട്, ഈശ്വര ഇനിയിപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ കോഫി പൗഡർ ഇനി ഒളിച്ചു വെക്കാൻ, കോഫി പൗഡർ ഈസ് ലക്ഷറി, മനസ്സിലായില്ലേ, ഇറ്റ്സ് നോട്ട് റേഷൻ, സോ അത് മാറ്റി വെക്കണം. അപ്പം ഷാനവാസ് പറഞ്ഞു, അടുത്ത കോഫി പൗഡർ നമുക്ക് മേടിക്കാം, എന്നിട്ട് ഒളിച്ചു വെക്കാം. ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. പൂരിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞ് അനീഷിന് വിങ്സ് ഇല്ല,
വിങ്സ് സാധനം, ആ നീല സാധനം ഒന്നാമതേ എല്ലാവർക്കും കൂറ ഉടുപ്പാണ്, അതിൻ്റെ കൂടെ ഒരു വിങ്സും കൂടെ എടുത്ത് കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ്. എപ്പോഴാണോ എന്തോ ഫ്രീസ് പറയാൻ പോണത്, വൃത്തികേടിൻ്റെ പുറത്ത് അത് പിന്നെയും വൃത്തികേട്. അപ്പോൾ അനീഷിന് വിങ്സിൽ എന്താണ് അനീഷിന് വിങ്സ് ഇല്ലാത്തത്? ഞാൻ നിങ്ങൾക്ക് അവസാനമായ ഒരു ചാൻസും കൂടെ തരാം. ചാൻസാ? ആരായിരിക്കും? ശരത്ത്. ആരാടാ നീ ചാൻസ് തരാൻ വേണ്ടിയിട്ട്? പ്രൊഡ്യൂസറാ? നിങ്ങൾക്ക് ഞാൻ ഒരു ചാൻസും കൂടെ തരാം. എൻ്റെ വിങ്സ് ആരായി എടുത്തതെന്ന് ഇപ്പം പറയണം. ഇപ്പം പറയണം. അയ്യാ അവൻ ആര് വന്നേക്കുന്നത്? നീ മര്യാദയ്ക്ക് വിങ്സ് എടുത്തിട്ടോ. അത് കഴിഞ്ഞ് കുറേ നേരം ആലോചിച്ചിട്ട് അനീഷ്, ശരി ഞാൻ 2 മണിക്കൂറിന് ശേഷം എൻ്റെ തന്നെ വിങ്സ് ആരെടുത്തെന്ന് അറിയില്ല, നിങ്ങൾക്ക് ഇപ്പം കൊണ്ടുവച്ചാൽ നല്ലതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള വിങ്സ് ആരുടെയോ ആണ്, അത് ഞാൻ കഴുകി ഉണക്കി ഇടുന്നതായിരിക്കും. അത് കഴിഞ്ഞ് മോർണിംഗ് ആക്ടിവ് വന്നേക്കാണ്. ധൈര്യശാലിയും പേടിത്തൊണ്ടനും ആരാണ്? സോ ഇന്നലത്തെ ടാസ്ക് ബേസിസിലാണ് മോർണിംഗ് ആക്ടിവിറ്റി വന്നേക്കുന്നത്. അഭി വന്നിട്ട് ഉടനെ തന്നെ പറയുന്നുണ്ട്, ധൈര്യമുള്ളവൻ നിവീനായിരുന്നു, അവൻ മുടി വെട്ടാൻ റെഡിയായിരുന്നു. പേടിത്തൊണ്ടൻ ആര്യൻ. അത് പിന്നെ അങ്ങനെയാണല്ലോ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ആര്യനും ജിസേലും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻറ്റ് ചെയ്താൽ നിൽക്കുന്നത്. ഭയങ്കര കോംപ്ലിമെൻ്റാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഒന്നും ചെയ്തില്ലെങ്കിലും കോംപ്ലിമെൻ്റ് ചെയ്യും. ജിസേൽ ഉടനെ ഓടി വന്നിട്ട് എനിക്ക് വേണ്ടി ധൈര്യശാലി ആര്യനാണ്, ബിക്കോസ് അവൻ ഒരു ഹീറോയാണ്, എൻ്റെ അടുത്ത് ജ്യൂസ് കുടിക്കാൻ പറഞ്ഞു. അവസാനം എല്ലാവരും അങ്ങനെ അവസാനം അവനല്ലേ ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞത്. എന്ത് ധൈര്യം? അപ്പോൾ പേടിത്തൊണ്ടൻ അഭിയാണ്. കാര്യം നമ്മൾ ലോട്ടിടാൻ നേരത്ത് ലോട്ട് ഇടണ്ടെന്ന് പറഞ്ഞ് പേടിച്ച് മാറി നിന്നു. സോ അത് പേടിത്തൊണ്ടനാണ്. ഗുഡ് പോയിന്റ് ജിസേൽ, ഗുഡ് പോയിന്റ്. കാര്യം ഈ ലോട്ട് ഇടുന്നതിന് മുന്നേ പേടിച്ചിട്ട് തന്നെയാണ് അക്ബറും അഭിയും മാറി നിന്നത്. ലോട്ട് ഇടണ്ടെന്ന് പറഞ്ഞു. ശരത്താണ് അടുത്ത് വന്നിട്ട് ധൈര്യമുള്ളവൻ രേണുവാണെന്ന് പറയുന്നു. ഇപ്പം കാര്യം ഇന്ന് നല്ല കുളിച്ച് സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും രാവിലെ എണീറ്റ് ഈ അനു പറഞ്ഞതിനൊരു എഫക്റ്റ് ഉണ്ടായി. രാവിലെ എണീറ്റ് കുളിച്ച് വൃത്തിയായി ഒരുങ്ങി മുടിയൊക്കെ കെട്ടി വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അതെങ്കിലും ഒന്ന് ചെയ്തല്ലോ, വലിയ കാര്യം ബിഗ് ബോസിലെത്തിയിട്ടും. അത് കഴിഞ്ഞിട്ട് പേടിത്തൊണ്ടൻ ആര്യനെയാണ് ശരത്ത് പറയുന്നത്. ഇത്രയും വിശ്വാസം ഉണ്ടായിരുന്നു. അനീഷ് വന്നിട്ട് ധൈര്യമുള്ളത് റെനയാണ്, 19 വയസ്സുകാരി. അത് കഴിഞ്ഞ് പേടിത്തൊണ്ടൻ ആര്യനാണ്. ചെയ്തോ ചെയ്തില്ലേ എന്നല്ല, അതിന് പറയുന്ന കാരണങ്ങളായിരുന്നു മോശം. അനു ധൈര്യമുള്ളവൻ അനീഷേട്ടനാണ്, എന്തും പറയാൻ ധൈര്യമുണ്ട് അനീഷേട്ടന്. പേടിത്തൊണ്ടൻ ആര്യനാണ്. ഷാനവാസ് വന്നിട്ട് CBI പണി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അനുവാണ്, ധൈര്യമുള്ളവൾ. 4 മറുപടി അങ്ങോട്ട് പറയും, 4 ചോദ്യം അങ്ങോട്ടും ചോദിച്ചു കഴിഞ്ഞാൽ പേടിച്ച് മാറുന്നത് അനീഷാണ്. ബിന്നി വന്നിട്ട് ധൈര്യമുള്ളത് അനീഷിനാണ്, എന്തായാലും ടാസ്ക് ചെയ്തിട്ടുണ്ട്. പേടിത്തൊണ്ടൻ ഫേസ് ടു ഫേസ് പറയാൻ ധൈര്യമില്ലാത്ത ഒരേ ഒരാൾ ഒനിയിലാണെന്ന് പറയുന്നു. ശൈത്യ വന്നിട്ട് ധൈര്യമില്ലാത്ത ആള് അനീഷാണ് പോലും. കാര്യം തല മൊട്ടയടിക്കുന്നു പേടിച്ചിട്ടാണ് അതും പിടിച്ചോണ്ട് നിന്നതെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. ധൈര്യശാലി ശരത്താണെന്ന് പറയുന്നു. സരിക വന്നിട്ട് പേടിയുള്ള ആൾ രേണുവാണ്. കാര്യം എപ്പോൾ നോക്കിയാലും പേടിയാണ്, ഒന്നും ചെയ്യത്തില്ല. ധൈര്യമുള്ള ആൾ അക്ബറാണ്. ശാരിക വന്നിട്ട് പറയുന്നുണ്ട് ധൈര്യമുള്ള ആൾ അനീഷും ധൈര്യമില്ലാത്ത ആൾ അക്ബറുമാണ്, അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് തെറ്റിപ്പിക്കാൻ നോക്കുന്നത്. രേണു ധൈര്യമുള്ളത് ആദിലെ നൂറയാണ്, എൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാരെ വരാമെന്ന് പറഞ്ഞ്. പേടിത്തൊണ്ടൻ അക്ബറാണ്, പേടിത്തോണ്ടല്ല പേടിത്തൂറി എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നിവീൻ വന്നിട്ട് ഇമേജ് കോൺഷ്യസ് ആയിട്ടാണ് ഷാനവാസിക്ക ഇവിടെ കളിക്കുന്നത്. സോ പേടിത്തോണ്ടൻ ഷാനവാസിക്കയാണ്. ധൈര്യമുള്ള ഒരേ ഒരാൾ അഭിയാണ്. അത് കഴിഞ്ഞ് റെന വന്നിട്ട് പറയുന്നത് ധൈര്യമുള്ള ആൾ എന്ന് പറയുന്നത് ശാരികയാണ്, പേടി എന്ന് പറയുന്നത് സരികയ്ക്കാണ്. അക്ബർ എന്ന് പറയുന്നത് പേടിത്തൊണ്ടൻ ആര്യൻ, ധൈര്യശാലി ശാരികയാണ്. ആദിലെ നൂറയും പറയുന്നത് ധൈര്യമുള്ള ഒരു കുട്ടി, ഇന്നലെ മുടി മുറിക്കാൻ ധൈര്യപ്പെട്ട ഒരു കുട്ടി ശൈത്യയാണ്. പേടിത്തൊണ്ടൻ ആര്യനാണ്. ഒനീൽ വന്ന് പറയാം, ഒനീൽ എന്തൊക്കെയോ വന്ന് പറഞ്ഞത് ബിഗ് ബോസ് നേരെ ചൊവ്വേ പറയാൻ പറഞ്ഞു. ധൈര്യമുള്ള ആൾ അഭിയെന്നും പറഞ്ഞു, പേടിത്തൊണ്ടൻ അനീഷ് എന്നും പറഞ്ഞു. ആര്യൻ വന്നിട്ട് പറയുന്നത് ധൈര്യമുള്ള ആൾ വൺ ആൻഡ് ഒൺലി, ആര്യൻ്റെ വായിന്ന് ഒരാളുടെ പേരേ വരുള്ളൂ, ജിസേൽ. അതല്ലാതെ വേറെ ആരും വരൂല, ജിസേലിൻ്റെ വായിന്നും അത് മാത്രമേ വരുള്ളൂ. ഇനിയെങ്കിലും മനസ്സിലാക്കി കളിക്ക്. പേടിത്തൊണ്ടൻ അക്ബറാണ്. ഓക്കെ, ഹ്യൂമാനിറ്റി ബേസ് ചെയ്താണ് ജിസേലിന് കൊടുത്തത്. ഈ ഹ്യൂമാനിറ്റി വിട്ടൊരു കളിയില്ല ആര്യൻ കേട്ടോ. അപ്പോൾ ഹ്യൂമാനിറ്റിയാണ് ഈ ആര്യൻ്റെ ഗെയിമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം എന്തായിരുന്നാലും ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.